ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു ബോണ്ടയാണ് കേട്ടോ. സാധാരണ നമ്മൾ മസാല ബോണ്ട തയ്യാറാക്കാറുണ്ടല്ലോ, അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് ചിക്കൻ ബോണ്ടയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കണേ. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ബട്ടണും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 1 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കടലപ്പൊടി ഇട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. മിക്സാക്കി എടുക്കാം. വെള്ളം നോർമൽ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക. നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ലൂസാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയില്ല കേട്ടോ. അപ്പോൾ തിക്കായിട്ട് ഇതുപോലെ ഒരു തിക്നെസ്സോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു ബാറ്ററി കിട്ടണം. ഇനി നമുക്കിതൊന്ന് സൈഡിലേക്ക് വെക്കാം കേട്ടോ. ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിതിനുള്ള ഫില്ലിങ് തയ്യാറാക്കുന്ന സമയം കൊണ്ട് ഇതൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ടൈം എന്ന് പറയുന്നത് അത്ര മാത്രമേ ഉള്ളൂ. നമുക്കിത് ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് കൂടുതലായി പോകണ്ട. വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇഞ്ചി മാത്രം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം എരിവുള്ള മുളകാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുക ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ എരിവില്ലാത്ത മുളകായതുകൊണ്ട് 2 ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് കൂടുതലായി പോകരുത്. നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. വേറെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം എരിവ് അതിന് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ഇതിൻ്റെ പച്ചമുളകിൻ്റെ അളവ് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്താൽ മതിയാവും. ഇപ്പോൾ ഇതാ പൊടികളുടെ പച്ചമുളകൊക്കെ മാറുന്ന പോലെ ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ആവുന്ന സമയത്ത് നമ്മളതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കന് മിക്സിൻ്റെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ കൈകൊണ്ട് പിച്ചിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇനി അതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന 2 ചെറിയ കിഴങ്ങെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലയുടെ ഒക്കെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി. അതിന് പകരം കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിത് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നില്ല, മല്ലിയില മാത്രം ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കിഴങ്ങൊക്കെ നല്ല രീതിയിലൊന്ന് ഉടഞ്ഞ് കിട്ടണം കേട്ടോ. ചിക്കനിലേക്ക് നല്ല രീതിയിൽ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല രീതിയിലൊന്ന് സെറ്റായി കിട്ടണം. 1 മിനിറ്റ് നേരം നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നല്ല രീതിയിലൊന്ന് ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കിത് ബോൾസാക്കി എടുക്കാം. നല്ല രീതിയിൽ ചൂടാറിയതിന് ശേഷം നമുക്കിതുപോലെ ബോളാക്കി എടുക്കാനായിട്ട് പെട്ടെന്ന് കഴിയും ചെയ്തോളും. അപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഓരോ ബോളും ഈ ഒരു ബാറ്ററിലേക്ക് നല്ല രീതിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ബാറ്ററി ഒരുപാട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കോട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടില്ല. പിന്നെ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് കറക്റ്റായിട്ട് ഒന്നും കിട്ടില്ല കേട്ടോ. മസാലയൊക്കെ പുറത്ത് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു ഭാഗം ആവുന്ന സമയത്ത് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് കളർ മാറുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഒരുപാട് കളർ മാറേണ്ട കാര്യമില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ എത്ര കളർ കിട്ടുന്ന അത്രയും അനുസരിച്ച് മാത്രം കളറാവുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ബോണ്ട തയ്യാറാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ ചിക്കനൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇതുപോലൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.